വെൽക്കം ബാക്ക് ടു ചാനലിൽ. അപ്പോൾ നമ്മുടെ എല്ലാ കൂട്ടുകാരും ഹാപ്പി ആയിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. നമ്മളിതാ കുഴപ്പമൊന്നുമില്ല, ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഇതൊരു ഈവനിങ് ടൈമിലാണോ നല്ല തണുത്ത കാറ്റൊക്കെ വീശുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മളിപ്പോൾ പറമ്പിൽ വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് പുല്ല് മുറിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും അതൊക്കെ നമുക്ക് വഴിയെ കാണാം. അപ്പോൾ നല്ല രീതിയിൽ തന്നെ കിളികളുടെ സൗണ്ട് പോലെ നല്ല തണുത്ത കാറ്റൊക്കെ ആയിട്ട് വരും. ഇത്രയും നേരം എന്ന് പറയുമ്പോൾ നല്ല വെയിൽ തന്നെയായിരുന്നു. ഇപ്പോൾ 5 മണി കഴിഞ്ഞു ഇപ്പോൾ ടൈം. അപ്പം ഒരു 4:30 വരെയൊക്കെ നല്ല പൊള്ളുന്ന വെയിലാണ്. നമുക്കിപ്പോൾ എല്ലാവരുടെയും പൊതുവെ നല്ല വെയിലായിരുന്നു. ചൂടും നല്ല രീതിയിൽ തന്നെ ഉണ്ട് കേട്ടോ. എന്തായാലും ഇപ്പോൾ വെയിലൊക്കെ നന്നായിട്ടൊന്ന് താന്നുകൊണ്ട് തന്നെ പുറത്തിറങ്ങിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ ഒന്നില്ലെങ്കിൽ വൈകുന്നേരം ഈ ഒരു ടൈം ആവണം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ രാവിലേക്ക് ആവണം കേട്ടോ. കാരണം അത്രത്തോളം വെയിലാണ്. ഒരു 10 മണിയൊക്കെ ഒരു 9:00 ആകുമ്പോഴത്തേനും തന്നെ നല്ല വെയിലാണ്. 4:30 വരെ പൊള്ളുന്ന വെയിലായിരിക്കും. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, കുഞ്ഞുങ്ങളൊക്കെ പുറത്തൊക്കെ വിടും. കാരണം സൂര്യാഘാതയേക്കാളുള്ള ചാൻസ് ഒക്കെ വളരെ കൂടുതലാണ്. കാരണം നമുക്ക് ഈ ഒരു ഇടയായിട്ടാണ് നമുക്ക് ഇത്രയും ചൂട് കൂടിയത്. കാരണം കഴിഞ്ഞ വർഷത്തിനൊക്കെ അപേക്ഷിച്ച് നല്ല ചൂടാണ് നമുക്ക് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എന്തായാലും ഇതാ ഈ ഒരു ഏരിയ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. നമുക്കിതാ ഈ ഒരു ഏരിയയിൽ കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഏലാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളിതാ ഈ അടുത്ത് വെച്ച് കൊടുത്തിട്ടുള്ള ഏലങ്ങളാണ്. ഒരുപാട് ഡേയ്സൊന്നും ആയിട്ടില്ല, അതായത് ഒത്തിരി നാളുകളൊന്നും ആയിട്ട് നമ്മൾ ഇതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ എന്തായാലും കാണാത്ത കൂട്ടുകാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മുടെ മുന്നിട്ട് വീഡിയോസൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്തായാലും ഏലൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല ഷാറായിട്ട് കയറി വരുന്നുണ്ട്. നമുക്ക് കാറ്റ് ഒരു രക്ഷയിലാണ്. നല്ല തണുത്ത കാറ്റൊക്കെ വീശിയിട്ട് നമ്മളിങ്ങനെ ഈവനിങ് ടൈമിലൊക്കെ ഇങ്ങനെ ഇറങ്ങിയാൽ നല്ല വല്ലാത്തൊരു വൈബ് തന്നെയാണ്. അതേപോലെ തന്നെ ഏലത്തിൻ്റെ ഇടയിൽ കൂടെ നോക്കി വേറൊരു സംഭവം കൂടി കാണുന്നുണ്ട്. അപ്പോൾ അത് വേറൊന്നുമല്ല, അത് നമ്മുടെ ചോളാണ്. അപ്പോൾ ചോളപ്പോൾ നോക്കി എന്നെക്കാളും ഹൈറ്റ് ഏകദേശം വെച്ച് തുടങ്ങിയിട്ടുണ്ട് എല്ലാം. അപ്പോൾ എന്തായാലും ഈ ചോളങ്ങളൊക്കെ നമ്മൾ നട്ടു കൊടുക്കുന്നത് നമ്മുടെ ഒരു ഏലത്തിൻ്റെ തടത്തിൽ കൂടിയാണ്. അപ്പോൾ എന്തായാലും ഒരു തടം പോലും നമ്മളങ്ങനെ നിർത്തി വെച്ചിട്ടില്ല. കാരണം ഈ ഒരു ഏരിയ ഫുള്ളായിട്ട് നമ്മൾ ചോളം നട്ടു കൊടുത്തിട്ടുണ്ട് എല്ലാ ഏലത്തിൻ്റെയും സൈഡ്. അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു ഇലകളൊക്കെ നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. നോക്കിയാൽ നല്ല വീതിയും അതേപോലെ തന്നെ നല്ല നീളത്തിലാട്ടോ വീടുള്ളത്. മാത്രമല്ല എല്ലാ ഇലകളും നല്ല പെർഫെക്റ്റ് ആയിട്ടാണുള്ളത്. കാരണം ഒരു ഓട്ടയോ അതുപോലെ തന്നെ ഒന്നും കീറാതെ അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ട് കേട്ടോ ഓരോ ഇലകളും വന്നിരിക്കുന്നത്. നോക്കി ഇതൊരു പുതിയൊരു കൂമ്പാട്ടോ. നോക്കി ഇതിൻ്റെ ഇടയിൽ തന്നെ ഇതാ വേറെ ഒരു ഇല വന്നിട്ടുണ്ട്. നോക്കി കാറ്റ് നമ്മൾ വന്നപ്പോൾ തുടങ്ങി നല്ല കാറ്റിനാണ്. കൂടെ നല്ല രീതിയിൽ കിളികളുടെ സൗണ്ടൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു ടൈമിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ഒരു ചോളത്തിൻ്റെ വിത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചോളം ചെയ്തിട്ടായിരുന്നു. മിക്ക ടൈമിലും നമ്മൾ ചോളം എപ്പോഴും ചെയ്യാറുണ്ട്. അപ്പം എന്തായാലും അങ്ങനെ ഓരോ വർഷം ചെയ്യുന്നതിൽ നല്ല ക്വാളിറ്റിയുള്ള വിത്തുകൾ നോക്കിയിട്ട് നമ്മൾ എടുത്ത് വെച്ചതിന് ശേഷം ആ ഒരു വിത്താണ് നമ്മൾ ഇതേപോലെ നട്ടു കൊടുക്കാറുള്ളത്. അങ്ങനെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ചോളത്തിൽ നിന്ന് എടുത്തിട്ടുള്ള വിത്താണ് നമ്മളിപ്പോൾ ഇവിടെ എല്ലാവരും നട്ടു കൊടുത്തിട്ടുള്ള ചോളം ആയാലും. അതേപോലെ തന്നെ കൈസ നോക്കിയതാ ഈ ഒരു ഭാഗത്തായാലും നമ്മുടെ ചോളം ഞാൻ നേരത്തെ കാണിച്ചു കൊടുത്തിട്ട് നല്ല അടിപൊളിയായിട്ടാണ് കയറി വന്നുള്ളത്. അപ്പോൾ ചെറിയൊരു ഡിസ്റ്റൻസിലാട്ടോ നമ്മുടെ എല്ലാ ചോളങ്ങളും നമ്മൾ നട്ടു കൊടുത്തിട്ടുള്ളത്. നോക്കി ഇതിൻ്റെ ഈ ഒരു ചോളത്തിൻ്റെ ഇടയിൽ കൂടെ നോക്കി ഒരാശ നന്നായിട്ട് വളർന്ന് കയറിയിട്ടുള്ളത്. ഇതിപ്പോൾ ചോളത്തിനേക്കാളും ഹൈറ്റിലാണ് കയറി വന്നിട്ടുള്ളത്. നമ്മുടെ ബ്ലോക്ക് പുല്ലാണേ. നമുക്ക് എന്തായാലും ഇതൊന്ന് മുറിച്ചെടുക്കാം കേട്ടോ. ഓക്കെ, നല്ല ഹൈറ്റ് വെച്ചിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ബ്ലോക്ക് പുല്ലായാലും. അപ്പോൾ ഈ ഒരു ബ്ലോക്ക് പുല്ലൊക്കെ നമുക്ക് പശുക്കളൊക്കെ വളർത്തുന്നതാണെന്നുണ്ടെങ്കിൽ പശുക്കളൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചോളം ആയാലും നമുക്ക് പശുക്കളൊക്കെ ഉള്ളവർക്ക് ചോളം നമുക്ക് എടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു തണ്ടൊക്കെ നമുക്ക് എന്തായാലും വെറുതെ കളയുകയാണല്ലോ നമ്മൾ ചെയ്യുക. നമ്മളിപ്പോൾ ഇത് പശുക്കൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ പാലുൽപാദനം കൂടാനും അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ അത്യാവശ്യം കുറച്ച് രീതിയിലൊക്കെ ചോളമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുല്ലൊന്നും അന്വേഷിച്ച് ഒരുപാട് നമുക്ക് നടക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിടിച്ചോ. നമ്മുടെ ഈ ഒരു ചോളവും അതേപോലെ തന്നെ ഈ ഒരു ബ്ലോക്ക് പുല്ലൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല ഹൈറ്റിൽ വളർന്നുകൊണ്ടേ നോക്കി നമ്മളിവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഏലത്തിൻ്റെ ആ ഒരു ചോട് കാണാൻ പോലും ഇല്ല. കാരണം അത്രയും നല്ല ഹൈറ്റിലാണ് നമ്മുടെ ഒരു ചോളമായാലും അതുപോലെ തന്നെ ഈ ഒരു ബ്ലോക്ക് പുല്ലായാലൊക്കെ നന്നായിട്ട് തന്നെ വളർന്നു കയറിയിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ചോളത്തിൻ്റെ ഇടയിൽ കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഈ ഒരു ഏലത്തിൻ്റെ ഇടവിളയായിട്ട് ഈ ഒരു ചോളം പോലെ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ കുറ്റിപ്പയർ കേട്ടോ. അപ്പോൾ എന്തായാലും കുറ്റിപ്പയറായാലും നല്ല ഉഷാറോടെ കയറി വന്നിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ലൈവായിട്ടുള്ള റിസൾട്ടാണ് കാണുന്നത്. ഇതൊക്കെ നട്ടുപിടിച്ച് നമ്മൾ ഒരുപാട് നാളൊന്നും ആയിട്ടില്ല. ഒരു 1 മന്ത് ഏകദേശം ആവുന്നതേ ഉള്ളൂ. അപ്പോഴത്തേനും അത്രയും ഹൈറ്റൊക്കെ വെച്ച് നോക്കി അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെയാണ് നമ്മൾ നട്ടുകൊടുത്തിട്ടുള്ള ഒരു പയർ മണി പോലും അങ്ങനെ വേസ്റ്റ് ആവാതെ എല്ലാം നോക്കി ആ ചെറിയ ചെറിയ ഡിസ്റ്റൻസിൽ തന്നെ എല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ചോളത്തിനായാലും അതുപോലെ നമ്മുടെ ഒരു പയറിനൊക്കെയാലും നമ്മൾ സ്പെഷ്യലായിട്ട് അങ്ങനെ വലിയ കെയറിങ്ങൊന്നും കൊടുക്കാറില്ല. അതായത് എക്സ്ട്രാ കുറേ വളങ്ങളോ കാര്യങ്ങളോ ഒന്നും നമ്മൾ കൊടുക്കാറില്ല. കാരണം നമ്മുടെ ഒരു ഏലത്തിൻ്റെ ഒരു ഇടവിളയായിട്ടാണ് നമ്മളിതൊക്കെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ഏലത്തിന് കൊടുക്കുന്ന ചാണകപ്പൊടിയായാലും ആട്ടുംകാഷ്ടായാലും അതുപോലെ എല്ലുപൊടി വേപ്പിൻ അങ്ങനെ ഏലത്തിന് കൊടുക്കുന്ന വളങ്ങൾ തന്നെയാട്ടോ ഇതിലേക്ക് നമുക്ക് അതായത് വലിച്ചെടുത്ത് അങ്ങനെ അത് നമുക്ക് വേറൊരു സോഴ്സായി മാറുന്നത്. അപ്പോൾ ഒന്നുകൂടി വേണ്ടിയിട്ട് അതിൻ്റെ ചോട്ടിൽ തന്നെ നമുക്ക് എന്തായാലും ഇതും കൂടി ഒന്ന് മുറിച്ചെടുക്കാം. നല്ലോണം പാത്തിയാട്ടോ ഞാൻ മുറിക്കുന്നത്. കാരണം ഇപ്പോൾ നമ്മൾ മുറിച്ചാലും പെട്ടെന്ന് തന്നെ വീണ്ടും ഇത് പൊട്ടിക്കെടുത്തോളൂ കേട്ടോ. അവിടെ തന്നെ നോക്കി തണ്ടായാലൊക്കെ നോക്കി കരിമ്പിൻ്റെ ഒക്കെ തണ്ട് പോലെ ഉണ്ട്. അത്യാവശ്യം മണ്ണൊക്കെ വെച്ച് നോക്കി അത്രയും നല്ല സേഫായിട്ട് നല്ല ഉഷാറായിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല പച്ചപ്പൂവും ഉണ്ട് കേട്ടോ. അതുകൂടി എടുത്ത് പറയാനാണ്. കാരണം ഈ ഒരു പൊള്ളുന്ന വെയിലത്ത് നമ്മുടെ ഒരു ഏല ആയാലും അതുപോലെ നമ്മുടെ ഒരു
ചോളവും പയറും മൊത്തത്തിൽ നല്ല പച്ചപ്പാട് ഒരു മഴ പെയ്തൊരു എഫക്റ്റിൽ നിൽക്കാൻ കാരണം വേറെ ഒന്നും അല്ല കേട്ടോ. നമ്മുടെ വെള്ളം, അതായത് നമ്മുടെ ഈ ഒരു സ്പ്രിംഗ്ലറിന് നന്നായിട്ട് വെള്ളം നനയ്ക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഏലത്തിൽ നമ്മൾ എന്തായാലും നനയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിന് കൂടെ തന്നെ ഇതിൻ്റെ താഴെയുള്ള ആ ഒരു ചോള ആയാലും അതുപോലെ നമ്മുടെ പയറായാലും സ്പെഷ്യലായിട്ട് അങ്ങനെ നനച്ച് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ സ്പെഷ്യലായിട്ട് വല്ല പരിചരണങ്ങളോ ഒന്നും ആവശ്യമില്ല. കാരണം ഇതിനെ നമ്മൾ എന്തായാലും മെയിനായിട്ട് ഫോക്കസ് ചെയ്യുമ്പോൾ അതും കൂടെ അങ്ങ് വളർന്നോളും. ഇതേപോലെ തന്നെ ഒരു 3-4 ചോട് പുല്ലും കൂടി നമുക്കൊന്ന് മുറിച്ചെടുക്കാം കേട്ടോ. അതായത് 3-4 തണ്ട് കൂടി ഒന്ന് മുറിച്ചെടുക്കാം. അതിലേക്ക് നമ്മുടെ ആവണിക്കുട്ടി നമ്മുടെ കൂടെ തന്നെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. ആളിത് അവിടെ നല്ല പണിയിട്ടാട്ടോ. എന്താ ആവണിക്കുട്ടി പരിപാടി? ഇവര് അപ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ടുള്ള ഈ ഒരു കാപ്പി മരങ്ങളൊക്കെ നന്നായിട്ട് നേരത്തെ തന്നെ പൂത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നേരത്തെ തന്നെ ഇതിൻ്റെ കായൊക്കെ ആയിട്ട് നോക്കി ഇത് കായൊക്കെ ഇപ്പോൾ ഏകദേശം മൂക്കാനായി തുടങ്ങിയിട്ടുണ്ടോ. കുറേ കായകളൊക്കെ നേരത്തെ ഉണ്ടായതൊക്കെ ഏകദേശം മൂക്കാനായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും ഇതാ കുറേ ഭാഗങ്ങളൊക്കെ പൂവിട്ട് നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചിലതൊക്കെ ചെറിയ ചെറിയ മുട്ട് പോലെ ആയിട്ടാണ് നിൽക്കുന്നത്. പലതും പല സ്റ്റേജിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ആവണിക്കുട്ടി തൈപ്പം തന്നെ മൂത്തോന്നൊക്കെ നോക്കിയുള്ള വിളവെടുപ്പ് തുടങ്ങിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. എന്താ ആവണിക്കുട്ടിയുടെ പരിപാടി? കാണിച്ചു കൊടുത്തേ, കാപ്പിക്കുരു കാണിച്ചു കൊടുത്തേ, കൂട്ടുകാർക്ക് കാപ്പിക്കുരു കാണിച്ചു കൊടുത്തേ. ഇതാ കാപ്പിക്കുരു. കാണിച്ചു കൊടുത്തു. നല്ല പച്ച കളറിലാട്ടോ. അപ്പോൾ ഇത് പഴുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ കളറൊക്കെ ചേഞ്ച് ആയി നല്ലൊരു രസമായിരിക്കും കേട്ടോ. ഫുള്ള് ഇങ്ങനെ പല കളറിലൊക്കെ ആയിട്ട് പല സ്റ്റേജിൽ ഉണ്ടാകുന്ന കാപ്പിക്കുരുവിന് പല സ്റ്റേജിലാണല്ലോ കളറൊക്കെ ഇങ്ങനെ ചേഞ്ച് ആയത്. അപ്പോൾ എന്തായാലും ഫുള്ളൊരു കളർഫുള്ളായിട്ടുള്ളൊരു മയം തന്നെ ആയിരിക്കും ഇവിടേക്ക് ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ. ഇവിടെ അയാളൊക്കെ ഫുള്ള് ഇതാ ഇടയിൽ ചെറിയ ചെറിയ ഡിസ്റ്റൻസിൽ തന്നെയാണ് നമ്മുടെ കാപ്പി ആകുന്നത്. ഈ കാപ്പിക്കൊക്കെ ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട്. ഒത്തിരി വർഷത്തെ പഴക്കമുള്ള കാപ്പികളാണ് ഇവിടെ നല്ല സേഫായിട്ട് നിൽക്കുന്നത്. നമ്മുടെ അരിവ എന്തായാലും ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഈ ഒരു പുല്ലിൽ നമുക്ക് തണ്ട് മാത്രം വേണ്ട കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഓരോ ഇലകൾ മാത്രമായിട്ട് അത് തണ്ട് ഒഴിവാക്കിയിട്ട് അങ്ങനെ പൊളിച്ചെടുക്കുവാണ്. കാരണം നമുക്ക് തണ്ട് ആവശ്യമില്ല എന്ന് പറയാൻ കാരണം വേറെ ഒന്നുമല്ല കേട്ടോ. നമ്മളിത് പശുവിന് കൊടുക്കാനല്ല, കാരണം നമ്മുടെ കോഴികൾക്ക് കൊടുക്കാനായിട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് തണ്ടിൻ്റെ ആവശ്യമില്ല. നമ്മളിപ്പോൾ 2 തണ്ട് പുല്ലാണ് മുറിച്ചെങ്കിൽ ഇപ്പം നമുക്ക് ഒരു തണ്ട കയ്യിലുള്ളൂ. കാരണം വേറെ ഒന്നുമല്ല, ഒരു തണ്ട് മുറിച്ച് താഴെ വെച്ച് നമ്മുടെ ആവണിക്കുട്ടി എടുത്തത് നേരെ അവർക്ക് കൊടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോയിട്ടുണ്ട്. എന്താക്കിയെന്നൊക്കെ നമുക്ക് പോയി നോക്കാം. ഇപ്പോൾ ഇത്രയും ഇല കിട്ടിയിട്ടുണ്ട്. നല്ല വീതിയോ അതുപോലെ അത്യാവശ്യം നല്ല നീളമുള്ള ഇലകളാണ്. അപ്പോൾ എന്തായാലും ഇത് തന്നെ നമുക്ക് ധാരാളം. പിന്നെ നല്ല പച്ചപ്പും ഉണ്ടല്ലോ. ഇത് നമ്മൾ കോഴികൾക്ക് ഇതുപോലെ പുല്ലൊക്കെ കൊടുക്കുന്നത് നല്ലതാട്ടോ. ഇനി ഏതാ നമുക്ക് വേണ്ട പുല്ലൊക്കെ മുറിച്ച് നമ്മളിതാ ഈ ഒരു ഭാഗത്ത് എത്തിയിട്ടാണ്. ഈ ഒരു ഭാഗത്ത് തന്നെ ആയിട്ടാണ് നമ്മുടെ പേരമരമുള്ളത്. അപ്പോൾ എന്തായാലും ഒരുപാട് കാലത്തെ പഴക്കമുള്ളൊരു പേരമരം അടുത്തത്. എന്തായാലും ഒരുപാട് വെയിറ്റൊക്കെ താങ്ങിയിട്ട് ഒരു പേരമരം നിൽക്കുന്നത്. കാരണം അത്രയേറെ പേരക്കയാട്ടോ. നല്ല വലുപ്പം വെക്കുന്ന പേരക്ക തന്നെയാണ്. അപ്പോൾ ഉള്ളിൽ നല്ല രീതി തന്നെ എന്താ പറയുക, ഒരു ഓറഞ്ച് കളറൊക്കെ വരില്ല, ആ ഒരു ടൈപ്പ് പേരക്കയാട്ടോ. അപ്പോൾ നോക്കി നന്നായിട്ട് പഴുത്ത് ഒരുപാട് കിടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ താഴെ കുറേ കൊത്തി പറിച്ചിട്ട് ഒത്തിരിയാണ് താഴെ ഇങ്ങനെ ചിന്നി ചെതറി കിടക്കുന്നത്. ചിന്നി ചെതറി കിടക്കുന്ന പോലെ തന്നെ മേളിൽ ഒരുപാടാട്ടോ നിൽക്കുന്നത്. ഒത്തിരി പഴുത്തിട്ട് ഒത്തിരി ചെനച്ചിട്ട് പല സ്റ്റേജിലെത്തിയിട്ടാണ് നമ്മുടെ പേരക്കകളൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ഒരു പേരമരത്തിൻ്റെ ഒരു കമ്പിലാട്ടോ നമ്മളിപ്പോൾ ഊഞ്ഞാലായാലും ആ കെട്ടിയിട്ട് നമ്മൾ വിഷുവിൻ്റെ ആ ഒരു ടൈമിലാണ് ഈ ഒരു ഊഞ്ഞാൽ കെട്ടിയിട്ടുള്ളത്. നല്ല സ്ട്രോങ് ആയിട്ട് ഉള്ളൊരു കയറൊക്കെ യൂസ് ചെയ്ത് നന്നായിട്ട് കെട്ടിയിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു പേരമരത്തിൻ്റെ ഷെയ്ഡ് നന്നായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എത്ര വെയിലത്തായാലും നമുക്ക് വന്നിരുന്ന ആളാനൊക്കെയാലും നല്ലൊരു അടിപൊളി തന്നെയാട്ടോ. നല്ല തണുത്ത കാറ്റൊക്കെ വീശി നമ്മുടെ പറമ്പിലേക്കൊക്കെ നോക്കി താഴെയായിട്ട് നമ്മുടെ മീൻകുളം വീടുന്നത്. നല്ല പഴുത്ത പേരക്കകൾ നമ്മൾ ആടുന്നതിനനുസരിച്ച് താഴെ വീണ് തുടങ്ങിയിട്ടുണ്ടേ. പിന്നെ പൊതുവേ നമുക്ക് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നല്ല തണുത്ത കാറ്റ് എല്ലാ ടൈമിലുള്ള ഒരു ഏരിയ കൂടിയാണ്. നല്ല പഴുത്ത പേരക്കയാണ് നമ്മുടെ കയ്യിലുള്ളത്. പുറമൊക്കെ നോക്കി പഴുത്തിട്ട് കളറൊക്കെ നല്ല രീതിയിൽ തന്നെ മാറിയിട്ട് നല്ല മണം വരുന്നുണ്ട് പേരയ്ക്ക് നമ്മുടെ കയ്യിലെടുത്തപ്പോൾ തന്നെ. നമുക്ക് എന്തായാലും ഒന്ന് മുറിച്ച് നോക്കാം. ഇതാ ഈ ഒരു കളറിലാട്ടോ നമ്മുടെ ഇതിൻ്റെ ഉൾഭാഗം വരുന്നത്. മണം പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്, നല്ല മധുരമൊക്കെ ആയിട്ട്. പിന്നെ നമ്മുടെ ആവണിക്കുട്ടി എന്തായാലും നേരത്തെ കൊടുത്തിട്ടുള്ള ആ ഒരു പുല്ല് കാര്യമായിട്ട് അവളുടെ കോഴികൾക്ക് കൊടുക്കുന്ന തിരക്കിലാണ്. ആ ഒരു കമ്പിയുടെ ആ ഒരു ചെറിയ ഗ്യാപ്പിൽ കൂടി കേട്ടോ അവളത് കാര്യമായിട്ടുള്ളിലേക്ക് കയറ്റി കൊടുക്കുന്നത്. അപ്പോൾ ഇത് അവളിങ്ങനെ കൊടുക്കുന്നതിനനുസരിച്ച് ഒരാൾ അവിടെ നിന്ന് കുത്തിപ്പെറുക്കിക്കൊണ്ടിരിക്കുന്നുണ്ടേ. പിന്നെ നമ്മളതേപോലെ പുല്ലെല്ലാം കോഴികൾക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കോഴിയൊക്കെ വളർത്തുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫീഡൊക്കെ കൊടുക്കുന്ന പോലെ തന്നെ നമ്മൾ ഇടയ്ക്ക് ഇതുപോലെ പുല്ലൊക്കെ വെട്ടി കൊടുക്കുകയാണെങ്കിൽ അവർക്കും അതൊരുപാട് ഗുണം ചെയ്യുന്ന കൂടിയാട്ടോ അവരുടെ ഹെൽത്തിനൊക്കെ. ഇപ്പോൾ പിന്നെ പുല്ലെല്ലാം വെട്ടിയിട്ട് നമ്മളത് കയ്യിൽ കൊടുക്കേണ്ട താമസമേ ഉള്ളൂ. അപ്പോഴത്തേനും ഇതേപോലെ അവൾ സ്വന്തം തന്നെ കൊണ്ട് കൊടുത്തോളൂ കേട്ടോ. പിന്നെ നമുക്ക് ആ ഒരു പണിയൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ പുല്ലെല്ലാം കൊടുത്തിട്ട് ഇനി എങ്ങോട്ടാണ് അവളുടെ അടുത്ത യാത്ര നമുക്ക് നല്ല നോക്കി നോക്കാം.
വേറെ എങ്ങോട്ടും അല്ല കേട്ടോ ആൾ വന്നത്, അവളുടെ മീൻ കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മുടെ സിലോപ്പിയുടെ കുഞ്ഞുങ്ങളെ കേട്ടോ നമ്മളതിൽ ഇട്ടിട്ടുള്ളത്. എന്തായാലും കുഞ്ഞുങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വലുതായി തുടങ്ങിയിട്ടുണ്ട്. ചെറിയ മീൻ കുഞ്ഞുങ്ങളെ കേട്ടോ നമ്മളിതിൽ കൊണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇപ്പോൾ നോക്കി അത്യാവശ്യം സൈസൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ. ഇടയ്ക്ക് നമ്മൾ ചേമ്പലും കൂടി ഇട്ട് കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഇതാ ഇടയ്ക്കുള്ള ഒരു ചേമ്പലൊക്കെ ആയാലും ഇതാ നോക്കി കൊത്തിപ്പറിച്ച് കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് അടുത്ത വിശേഷങ്ങളായിട്ട് നാളെ കാണാം.